السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 213 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ക്ലാസ് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 213 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ മിൻ ശുറകാഇകും മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു ഖുലില്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു ഫഅന്നാ തുഫകൂൻ. قل هل من شركائكم من يهدي إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع أم من لا يهدي إلا أن يهدى فما لكم كيف تحكمون وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين أم يقولون افتراه قل فأتوا بسورة مثله وادعوا من استطعتم من دون الله إن كنتم صادقين بل كذبوا بما لم يحيطوا بعلمه ولما يأتهم تأويله كذلك كذب الذين من قبلهم فانظر كيف كان عاقبة الظالمين ومنهم من يؤمن به ومنهم من لا يؤمن به وربك أعلم بالمفسدين وإن كذبوك فقل لي عملي ولكم عملكم أنتم بريئون مما أعمل وأنا بريء مما تعملون ومنهم من يستمعون إليك أفأنت تسمع الصم ولو كانوا لا يعقلون صدق الله العلي العظيم. സൂറത്ത് യൂനുസിലെ 34 മുതൽ 42 വരെയുള്ള 9 ആയത്തുകളാണ് നമ്മൾ ഓതിവെച്ചത്. 11ാമത്തെ ജുസ്ഇൽ 213 പേജ്. മക്കയിലെ മുശ്രിക്കുകളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് സംബന്ധിച്ചാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. ശിർക്ക് ഖണ്ഡിക്കുന്ന, തൗഹീദ് സ്ഥാപിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു അത്. അതുപോലെ തന്നെ വേറെ 2 ചോദ്യങ്ങളാണ് ഇനി അല്ലാഹു തആല ചോദിക്കുന്നത്. കഴിഞ്ഞ പേജിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുശ്രിക്കുകൾക്ക് നേർക്ക് നേരെ മറുപടി പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. കാരണം അവർ തന്നെ അതിന് അല്ലാഹു എന്ന് മറുപടി പറഞ്ഞിരുന്നു. ഫസയഖൂലൂന അല്ലാഹ് നമ്മൾ പഠിച്ചല്ലോ. എന്നാൽ ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത്ര വേഗം മറുപടി പറയാൻ സാധ്യതയില്ല. പക്ഷേ കുറച്ചൊന്ന് ആലോചിച്ചാൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും മറ്റൊന്നായിരിക്കാൻ തരമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്നതാണ് എന്ന് അവരെ കേൾപ്പിച്ച് സമ്മതിപ്പിക്കാനും ആ അടിസ്ഥാനത്തിൽ അവരെ ഖണ്ഡിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? 34-ാം ആയത്തിൽ 1-ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പങ്കാളികളിൽ, അതായത് നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികളാണ് എന്ന് പറഞ്ഞ് ആരാധിച്ചു വരുന്ന വിഗ്രഹങ്ങൾ പോലെയുള്ള ആരാധ്യ വസ്തുക്കളിൽ സൃഷ്ടികളെ ആദ്യം പടച്ചുണ്ടാക്കുകയും ആ സൃഷ്ടികൾ നശിച്ചു പോയ ശേഷം വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്നവരുണ്ടോ? ഇതാണ് ചോദ്യം. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങൾ ആദ്യം എന്തിനെങ്കിലും പടച്ചിട്ടുണ്ടോ? എന്നിട്ട് അത് നശിച്ചു പോയതിനു ശേഷം രണ്ടാമത് എന്തിനേലും പടച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
സൃഷ്ടിജാലങ്ങളെയെല്ലാം ഒന്നാമതായി പടച്ചത് അള്ളാഹു മാത്രമാണ്. അത് മുശ്രിക്കുകൾ സമ്മതിക്കുന്നുണ്ട്. രണ്ടാമത്തെ സൃഷ്ടിപ്പ്, അതായത് മരണാനന്തര ജീവിതത്തെപ്പറ്റി മുശ്രിക്കുകൾക്ക് വിശ്വാസമല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഡയറക്റ്റായി മറുപടി പറയാൻ അവർ ഒന്നും മടിക്കും. പക്ഷേ അതിന് ഉപോത്ബലകമായ പലതും ഈ ഭൂമിയിൽ തന്നെ അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അള്ളാഹു തആല രണ്ടാമത് സൃഷ്ടികളെ പുനർജീവിപ്പിക്കും എന്നതിന് തെളിവായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഏതുപോലെ നിർജീവമായി കിടക്കുന്ന തരിശ് ഭൂമിയിൽ മഴ തട്ടുമ്പോൾ അവിടെ ജീവന്റെ നാമ്പുകൾ ഉണ്ടാവുന്നു, സസ്യങ്ങൾ തലപ്പുളച്ചു വരുന്നു, അല്ലേ? ഉഷ്ണകാലത്ത് ഉണങ്ങി നശിച്ചു പോയ സസ്യലതാദികൾ വീണ്ടും പുറത്തേക്ക് വരുന്നവർ കാണുന്നുണ്ടത്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹു ആണെന്ന് അവർക്കറിയാം. ആ സ്ഥിതിക്ക് പുനർജന്മത്തിലും അവർക്ക് തീരെ സംശയം ഉണ്ടായിക്കൂടാത്തതാണ്. അതായത് മരണാനന്തരം പുനർജീവിപ്പിക്കുമെന്ന് വാക്കുമൂലം അവർ സമ്മതിക്കുന്നില്ല എങ്കിലും അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരുപാട് തെളിവുകൾ കാണുന്നത് കൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ അവർ നിർബന്ധിതരായി തീരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ പറഞ്ഞതിനൊന്നും കഴിയാത്ത വസ്തുക്കളെ ആദ്യം സൃഷ്ടിക്കാനോ രണ്ടാമത് സൃഷ്ടിക്കാനോ ഒന്നും കഴിയാത്ത വസ്തുക്കളെ അതെല്ലാം കഴിയുന്ന അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് വെച്ച് എന്തിനാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ആ ബിംബങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സ്ഥാനം കൊടുക്കുന്നത്, അള്ളാഹുവിൻ്റെ കൂടെ പങ്കാളികളാക്കുന്നത്? ഇതാണ് ചോദിക്കുന്നത്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ മിൻ ശുറകാഇകും മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു ഖുലില്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു ഫഅന്നാ തുഫകൂൻ. ഖുൽ, നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഹൽ മിൻ ശുറകാഇകും, നിങ്ങളുടെ പങ്കാളികളിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യബ്ദഉൽ ഖൽഖ, ആദ്യം ഖൽഖിനെ പടക്കുന്ന ആളുകൾ, സൃഷ്ടിപ്പ് തുടങ്ങുന്ന ആളുകൾ, ഖൽഖ് സൃഷ്ടികർമ്മം തുടങ്ങുന്ന ആളുകൾ നിങ്ങളുടെ പങ്കാളികളിൽ ഉണ്ടോ? സുമ്മ യുഈദുഹു, എന്നിട്ടത് ആവർത്തിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെ രണ്ടാമത് ജന്മം കൊടുക്കുന്ന, രണ്ടാമത് ജീവിപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഖുൽ, നബിയെ അങ്ങനെ പറഞ്ഞു കൊടുത്തേക്കും. അവർ മറുപടി പറയാൻ ചിലപ്പോൾ താമസിച്ചേക്കും. കഴിഞ്ഞ ചോദ്യങ്ങൾക്ക് പോലെ ഉഷാറായിട്ട് അവർ മറുപടി പറയാൻ കഴിഞ്ഞോണമെന്നില്ല അവർക്ക്. പക്ഷേ അങ്ങ് പറഞ്ഞു കൊടുത്തു നോക്കൂ. അല്ലാഹു യബ്ദഉൽ ഖൽഖ്, അല്ലാഹു തആലയാണ് സൃഷ്ടികർമ്മം തുടങ്ങുന്നതും സുമ്മ യുഈദുഹു, പിന്നെ അതിനെ മടക്കുന്നതും. ഫഅന്നാ തുഫകൂൻ, എന്നിട്ടും എങ്ങോട്ടാണ് നിങ്ങൾ പിന്തിരിപ്പിക്കപ്പെടുന്നത്? എന്നിട്ടും എങ്ങോട്ടാണ് നിങ്ങൾ മാറ്റപ്പെടുന്നത്, പിന്തിരിപ്പിക്കപ്പെടുന്നത്? ഇത്രയൊക്കെ മനസ്സിലായിട്ടും അല്ലേ? അള്ളാഹു രണ്ടാമത് പുനർജന്മം നൽകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നേരത്തെ പറഞ്ഞതുള്ള ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഫഅന്നാ തുഫകൂൻ, പിന്നെ എടുക്കാൻ നിങ്ങൾ തിരിഞ്ഞു പോകുന്നത്, പിന്തിരിപ്പിക്കപ്പെടുന്നത്. 35-ാമത്തെ ആയത്തിൽ നോക്കാം. രണ്ടാമത്തെ ചോദ്യമാണ് 35-ലുള്ളത്. എന്താണ്? സത്യത്തിന്റെ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന വല്ലവരും നിങ്ങളുടെ പങ്കാളികളുടെ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾ ആരാധ്യന്മാരായി കാണുന്ന അള്ളാഹുവിന് പങ്കാളികൾ നിശ്ചയിച്ച ബിംബങ്ങളുടെ കൂട്ടത്തിൽ സത്യത്തിന്റെ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന വല്ലവരുമുണ്ടോ? മാർഗദർശനം എന്ന ഹിദായത്ത് പല രൂപത്തിലുണ്ട്. സത്യം കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉപകരണങ്ങളായ പഞ്ചേന്ദ്രിയങ്ങൾ, ബുദ്ധി, തെളിവുകൾ, ഇതൊക്കെ നൽകുക, പ്രവാചകന്മാരെ നിയോഗിക്കുക, ഗ്രന്ഥങ്ങൾ നൽകുക, ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പങ്കാളികളായി സ്വീകരിച്ച കൂട്ടത്തിലുണ്ടോ? അതെല്ലാം നിർവഹിക്കാൻ കഴിവുള്ളവരെ ആരെങ്കിലും ഉണ്ടോ ബിംബങ്ങളുടെ കൂട്ടത്തിൽ? ഇല്ല. ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ്. ഇതൊന്നും സമ്മതിക്കാതെ തരല്ല. ബിംബങ്ങൾക്ക് പ്രവാചകന്മാരെ ആക്കാൻ കഴിയില്ല, ബിംബങ്ങൾക്ക് കിതാബ് കൊടുക്കാൻ കഴിയില്ല, ബിംബങ്ങൾക്ക് തെളിവുകൾ നിർത്താൻ കഴിയില്ല, മിണ്ടാതങ്ങനെ നിൽക്കാനേ കഴിയുള്ളൂ. ജീവനില്ലാത്ത വസ്തുക്കളാണ്. അപ്പൊ ഇതും അവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇത് അള്ളാഹു മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ മാർഗദർശനവും നൽകുന്ന അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് യാതൊരു മാർഗദർശനവും നൽകാൻ കഴിയാത്ത വസ്തുക്കളെ ദൈവങ്ങളാക്കി വെച്ച് ആരാധിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? ഇതാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. നോക്കാം 35-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ മിൻ ശുറകാഇകും മൻ യഹ്ദി ഇലൽ ഹഖ് ഖുലില്ലാഹു യഹ്ദി ലിൽ ഹഖ് അഫമൻ യഹ്ദി ഇലൽ ഹഖ് അഹഖു അൻ യുത്തബഅ അമ്മൻ ലാ യഹ്ദി ഇല്ലാ അൻ യുഹ്ദാ ഫമാ ലക്കും കൈഫ തഹ്കുമൂൻ. അള്ളാഹു തആല ചോദിക്കുകയാണ്. ഖുൽ, നബി അങ്ങ് ചോദിച്ചു നോക്കൂ. ഹൽ മിൻ ശുറകാഇകും, നിങ്ങളുടെ പങ്കാളികൾ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പങ്കാളികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യഹ്ദി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നവരായി, സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സത്യത്തിലേക്ക് മാർഗദർശനം ചെയ്യാൻ കഴിയുന്നവർ.
അതിനുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നവർക്ക് മറുപടി പറയാൻ പ്രയാസം ഉണ്ടാവും. അങ്ങ് മറുപടി പറഞ്ഞു കൊടുത്തേക്കൂ. ഖുൽ, നബി അങ്ങ് പറഞ്ഞു കൊടുത്തേക്കൂ, അള്ളാഹുവാണ് യഹ്ദി മാർഗദർശനം നൽകുന്നത് ലിൽ ഹഖി സത്യത്തിന്റെ മാർഗത്തിലേക്ക്. അപ്പൊ ഇനി ചോദിച്ചു നോക്കൂ, അഫമൻ യഹ്ദി ഇലൽ ഹഖി, അപ്പോ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനാണോ അഹഖു ഏറ്റവും ബന്ധപ്പെട്ടവൻ അൻ യുത്തബ പിന്തുടരപ്പെടാൻ? അതല്ല അമ്മൻ, അതല്ല ലാ യഹ്ദി ഇല്ലാ യഹുദ, ആരെങ്കിലും വഴി കാണിച്ചു കൊടുത്താലല്ലാതെ ഒരു വഴി കണ്ടുപിടിക്കാനാകാത്തവനാണോ അനുധാവനം ചെയ്യപ്പെടാൻ അർഹൻ? എന്താ ചോദിക്കണത്? അള്ളാഹുവാണ് ഹക്കിലേക്ക് മാർഗദർശനം നൽകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹക്കിലേക്ക് മാർഗദർശനം നൽകുന്ന അള്ളാഹുവാണോ പിന്തുടരപ്പെടേണ്ടത്? കാരണം ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതല്ല മറ്റാരെങ്കിലും വഴി കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ വഴി കാണുന്ന ആളെയാണോ പിന്തുടരപ്പെടേണ്ടത്? ഈ ബിംബങ്ങൾക്ക് വഴി കണ്ടുപിടിക്കാൻ കഴിയില്ല, അതിന് വേറെ ആരെങ്കിലും വഴി കാണിച്ചു കൊടുക്കണം, അല്ലേ? അപ്പൊ ഇങ്ങനെ മറ്റാരെങ്കിലും വഴി കാണിച്ചു കൊടുത്താൽ അല്ലാതെ ഒരു വഴിയും കണ്ടുപിടിക്കാനാകാത്തവരെയാണോ പിൻപറ്റേണ്ടത്? ആരാണ് കൂടുതൽ പിൻപറ്റാൻ അർഹൻ? അതാണ് ചോദ്യം. അഫമൻ യഹ്ദി ഇലൽ ഹഖി, ഹക്കിലേക്ക് മാർഗദർശനം നൽകുന്ന അള്ളാഹുവാണോ അഹഖു ഏറ്റവും ബന്ധപ്പെട്ടവൻ അൻ യുത്തബ പിന്തുടരപ്പെടാൻ, അനുസരിക്കപ്പെടാൻ? അതല്ല അമ്മൻ, അതല്ല ലാ യഹ്ദി അമ്മൻ ലാ യഹ്ദി, വഴി കണ്ടുപിടിക്കാൻ കഴിയാത്തവനാണോ ഇല്ലാ അൻ യുഹ്ദ, ആരെങ്കിലും വഴി കാണിച്ചു കൊടുത്താലല്ലാതെ, വഴി കാണിച്ചു കൊടുക്കപ്പെട്ടാലല്ലാതെ വഴി കണ്ടുപിടിക്കാൻ കഴിയാത്ത ആളാണോ പിൻപറ്റാൻ അർഹൻ? അമ്മൻ ലാ യഹ്ദി എന്ന് പറഞ്ഞാൽ വഴി കണ്ടുപിടിക്കാനാവാത്തവൻ, ഇല്ല അൻ യുഹ്ദ, അവന് വഴി കാണിക്കപ്പെട്ടു കൊടുത്താലല്ലാതെ. ഫമാലക്കും കൈഫ തഹ്കുമൂൻ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഫമാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? കൈഫ തഹ്കുമൂൻ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിധിച്ചുകൊണ്ടിരിക്കുന്നത്? ബഹുദൈവ വിശ്വാസത്തെയും ബിംബാരാധനയെയും ആൾദൈവങ്ങളുടെ പിറകെ പോകുന്നതിനെയും ഒക്കെ അടിയോടെ പിഴുതെറിയുന്ന തെളിവുകളാണ് ഇവിടെ അല്ലാഹു തആല അങ്ങനെ പറയുന്നത്. അള്ളാഹുവിനെ ഹിദായത്തിന് കഴിയൂ, നിങ്ങളെ ആരാധിക്കുന്നതിനൊന്നും ഹിദായത്തിന് കഴിയില്ല, അതിന് വേറെ ആരെയും വഴി കാണിച്ചു കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുന്നത്. ഇപ്പൊ സത്യാവസ്ഥ ഇത്രയൊക്കെ വ്യക്തമായിരുന്നിട്ടും അതിൽ നിന്ന് മാറി ദുർമാർഗത്തിൽ തന്നെ ശഠിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആശ്ചര്യം തന്നെയല്ലേ? അതാണ് 34-ാമത്തെ ആയത്തിൽ അവസാനം ഫഅന്നാ തുഫകൂൻ എന്നും 35-ാമത്തെ ആയത്തിൽ അവസാനം ഫമാലക്കും കൈഫ തഹ്കുമൂൻ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ വിധിക്കുന്നത്? നിങ്ങൾ എന്താണ്, എവിടേക്കാണ് ഇങ്ങനെയൊക്കെ തെറ്റിക്കപ്പെടുന്നത് എന്നൊക്കെ അല്ലാഹു ചോദിക്കുന്നത്. 36-ാം ആയത്തിലേക്ക് കിടക്കാം. തികച്ചും ബുദ്ധിശൂന്യവും അടിസ്ഥാനരഹിതവുമായ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കാലോ. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ബുദ്ധിശൂന്യമായ ഒരടിസ്ഥാനവുമില്ലാത്ത വിശ്വാസം എന്തിൻ്റെ പേരിലാണ് പിന്നെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? അതായത് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പോലും മനസ്സിലാകുന്ന സ്പഷ്ടമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ശിർക്കിൽ നിന്ന് പിന്മാറാതിരിക്കാൻ കാരണം എന്താണ്? അതിനുള്ള മറുപടിയാണ് അടുത്ത ആയത്തിൽ. ഇവരിൽ ബഹുഭൂരിപക്ഷവും അവരുടെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ ഊഹാപോഹങ്ങൾ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഈ പറയപ്പെട്ട വസ്തുക്കളെല്ലാം ആരാധ്യരാണ്, അള്ളാഹുവിൻ്റെ പങ്കാളികളാണ്, അവൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവരാണ് എന്നൊക്കെ ആരോ പറഞ്ഞു കേട്ട വിവരമേ അവരുടെ പക്കലുള്ളൂ. അല്ലാതെ ന്യായമുള്ള തെളിവൊന്നും അവരുടെ പക്കലില്ല. ഈ പറയുന്നതിനൊന്നും ന്യായമുള്ള തെളിവില്ല. അങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാതെ ആ ഐതിഹ്യങ്ങളുടെ, ആ ഊഹാപോഹങ്ങളുടെ പിന്നാലെ ഇവർ കൂടി. ഇതാണ് നടക്കുന്നത്, ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് അവർ ഹിദായത്തിലേക്ക് വരാത്തത്. ബഹുഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ ഇതാണ്. അതേസമയം ഒരു ന്യൂനപക്ഷം വേറെയുണ്ട്. എന്താണ്? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പരിശുദ്ധ ഇസ്ലാമിൻ്റെയും സത്യസന്ധത, സ്വീകാര്യത ശരിക്കറിയാം. പക്ഷേ ദുരഭിമാനം, വാശി, ധിക്കാരം, കിബിർ, ഇതുമൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഇങ്ങനെ ചിലരുണ്ട്, അത് ശരിയാണ്. പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും വെറും ഊഹാപോഹങ്ങളെ പിൻപറ്റി അങ്ങനെ സത്യം അംഗീകരിക്കാൻ നടക്കുകയാണ് എന്നർത്ഥം. നോക്കാം 36-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ വന്ന ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ. വമാ യത്തബിഉ അക്സറുഹും, അവരിൽപ്പെട്ട അധിക പേരും പിൻപറ്റുന്നില്ല ഇല്ലാ വന്നൻ, ഊഹത്തെയല്ലാതെ. എന്ന് പറഞ്ഞാൽ അവരധിക പേരും പിൻപറ്റുന്നത് ഊഹാപോഹങ്ങളെ മാത്രമാണ്. വന്ന് എന്ന് പറഞ്ഞാൽ ഊഹം.
എന്നാ എന്താ ഊഹത്തിന്റെ അവസ്ഥ എന്താ? ഊഹങ്ങളെ പിന്നാലെ മനുഷ്യൻ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം അതിന്റെ പിന്നാലെ അധികം വസ്തുതകൾ ഉണ്ടാവില്ല. അതാണ് ഇന്നല്ലന്ന ലാ യുഗ്നി മിൻ ഹഖ്ഖി ഷൈഅ. ഊഹമാകട്ടെ സത്യം ഗ്രഹിക്കുന്നതിന് ഒട്ടമേ പ്രയോജനപ്പെടുകയില്ലല്ലോ. ഇന്നല്ലന്ന നിശ്ചയമായും വന്ന് ലാ യുഗ്നി മിൻ ഹഖ്ഖി സത്യം മനസ്സിലാക്കാൻ അത് പ്രയോജനപ്പെടുകയില്ല. ഷൈഅൻ തീരെ. എന്നാൽ ഊഹത്തിന്റെ പിന്നാലെ പോയാൽ പലപ്പോഴും സത്യത്തിൽ എത്തൂലെന്നർത്ഥം. ഇന്നല്ലാഹ അലീം ബിമാ യഫ്അലൂൻ. നിശ്ചയമായും അല്ലാഹു തആല അവർ ചെയ്യുന്നതൊക്കെ വിശദമായി അറിയുന്ന ആളാണ്. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ശിർക്ക് അതുപോലെ ബഹുദൈവ ആരാധന ഒഴിവാക്കണം എന്ന് അല്ലാഹു തആല അവരോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ ഊഹത്തിന്റെ പിന്നാലെ പോകണ്ട, സത്യം ഇന്നതാണെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്, അതിന് തെളിവുകൾ നിരന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ അത് നിരന്തരം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ വഴിക്ക് വരൂ. ഊഹത്തിന്റെ പിന്നാലെ പോയിട്ട് എന്താ കാര്യം? സത്യം ഗ്രഹിക്കാൻ ഒരിക്കലും ഊഹം ഉപകരിക്കുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണത്. മൗലിക വിഷയങ്ങളിലും വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഊഹത്തിനോ അനുമാനത്തിനോ സാധ്യതയില്ല. അതെല്ലാം യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിട്ടേ ആവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും ഊഹിച്ചു പറയാനും പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വിഷയം. ഊഹിച്ചു പറയുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. മനുഷ്യർ പൊതുവെ അങ്ങനെയാണ്. എല്ലാം ഊതി ഉറപ്പിച്ച് മറ്റുള്ളവരെ കുറ്റം പറയും. തനിച്ച ഹറാമാണത്. എന്തെങ്കിലും ചെറിയ തുമ്പകൾ കിട്ടുമ്പോഴേക്ക് അതിന്മേൽ ഊഹിച്ച് വലുതാക്കി പറഞ്ഞ് അതങ്ങോട്ട് പറഞ്ഞു പരത്തി ആളെ വഷളാക്കും. പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്ം. സൂറത്ത് ഹുജറാത്തിൽ 12-ാമത്തെ ആയത്ത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഊഹങ്ങൾ ഒഴിവാക്കണേ. കാരണം ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, ഊഹങ്ങൾ തെറ്റാണ്. ചില ഊഹങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഊഹിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയങ്ങൾ പറയേണ്ടതാണെങ്കിൽ മാത്രം പറയുക. അതും ഒരാൾ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണെങ്കിൽ ആ ഭാഗത്തുകൂടെ പോകരുത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, പിന്നെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അത് പത്രങ്ങളായാലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളായാലും എന്തായാലും ഗുരുതരമായ തെറ്റാണ്. മനുഷ്യന്മാർ അഭിമാനം കളയുന്ന വിഷയമാണ്. ആരെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ഒരാളെക്കുറിച്ച് അവൻ അങ്ങനെയാണെന്ന് ഊഹിക്കണ്ട. എന്തിനതിന് കാര്യം? ആവശ്യം എന്താണ്? നമ്മളെ തെറ്റും കുറവും നോക്കുക. മറ്റുള്ളവരുടെ പിറകെ പോകാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്. നിങ്ങൾ സൂക്ഷിക്കണേ, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഊഹം നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്നല്ലന്ന, നിശ്ചയമായും ലന്ന, ഊഹം എന്നത് അക്ദബുൽ ഹദീസി, ഏറ്റവും വലിയ നുണയാണ്. ഏറ്റവും വലിയ നുണയാണത്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകണ്ട. ഇന്നത്തെ കാലത്ത് നമ്മളിത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നിട്ട് ആയത്തിൻ്റെ അവസാനം അല്ലാഹു തആല പറഞ്ഞ എന്താ? ഇന്നല്ലാഹ അലീമുൻ ബിമാ യഫ്അലൂൻ. ഇത് വലിയൊരു താക്കീതാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു തആല അറിയുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും വിശ്വാസം ശരിയാണോ തെറ്റാണോ, ഊഹം പിൻപറ്റിയതാണോ അല്ലേ, വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടോ ഇല്ലേ, ഏതൊക്കെ നിലപാടാണ് അവൻ സ്വീകരിക്കുന്നത്, അള്ളാഹും റസൂലുമായുള്ള ബന്ധത്തിൽ എന്ത് ബന്ധമാണ് അവൻ സ്വീകരിക്കുന്നത്, ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. ഇത് അല്ലാഹു തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മലായികത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതനുസരിച്ച് പിന്നീട് അവൻ നടപടിയെടുക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. 37-ാമത്തെ ആയത്ത് നോക്കാം. അപ്പോൾ തൗഹീദിനെ കുറിച്ച് ഇതുവരെ പലതും പറഞ്ഞു. ശിർക്കിനെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹു തആല പലതും പറഞ്ഞു. ഇനി പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയെ സംബന്ധിച്ച് പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ സത്യസന്ധമാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അള്ളാഹുവിനല്ലാതെ ഇങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് ആദ്യം പറയുന്നു. ഈ ഖുർആൻ സ്വന്തം ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കഴിയില്ല. അതിൻ്റെ അമാനുഷികതക്കുള്ള ചില തെളിവുകൾ കൂടെ പറയുന്നുണ്ട് പിന്നീട്. അതായത് പരിശുദ്ധ ഖുർആന് മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങൾ സത്യമാണ് സ്ഥാപിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ മുമ്പ് അവതീർണമായ എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളെയും അത് ശരിവെക്കുന്നു. തൗറാത്ത്, ഇൻജീൽ, സബൂർ എല്ലാം ശരിവെക്കുന്നു. ഏടുകളെ ശരിവെക്കുന്നു. മുൻ വേദഗ്രന്ഥങ്ങളിലുള്ള ഏടുകളിലുള്ള പല വൃത്താന്തങ്ങളും പ്രധാന തത്വങ്ങളും പരിശുദ്ധ ഖുർആനിലും ഉണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ നിയമനിർദ്ദേശങ്ങളുണ്ട്, സന്മാർഗങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഒരു വേദഗ്രന്ഥത്തിൽ എന്തെല്ലാം വേണോ അതൊക്കെ വിശദമായി പരിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നുപോലും സംശയത്തിന് വകയില്ലാത്തതാണ്, ആശയക്കുഴപ്പമുണ്ടാവാത്തതാണ്. എല്ലാം വ്യക്തമാണ്, സത്യസന്ധമാണ്, ന്യായയുക്തമാണ്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായത് തന്നെയാണ്.
ആ ഖുർആൻ ലോകസമക്ഷം കൊണ്ടുവരുന്നതാരാ, സമർപ്പിക്കുന്നതാരാ? അക്ഷരജ്ഞാനമില്ലാത്ത, വേദഗ്രന്ഥ പരിചയമില്ലാത്ത ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് തന്നെ മനസ്സിലാക്കാം എന്ത്, ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം റബ്ബ് തന്നതാണ് എന്നും ഒരു സൃഷ്ടിക്കും അത് നിർമ്മിക്കാൻ കഴിയില്ല എന്നും. ആയത്ത് നോക്കാം, 37-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ഹാദൽ ഖുർആനു അൻ യുഫ്തറ മിൻ ദൂനില്ലാഹി വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി വതഫ്സീലൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. വമാ കാന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ അല്ല, അൻ യുഫ്തറ നിർമ്മിച്ചുണ്ടാക്കപ്പെടാവതല്ല, കെട്ടിച്ചമച്ചുണ്ടാക്കാൻ കഴിയുന്നതല്ല, മിൻ ദൂനില്ലാഹി അല്ലാഹു അല്ലാതെ മറ്റാരും, അല്ലാഹു അല്ലാത്ത മറ്റ് ആർക്കും ഈ ഖുർആൻ കെട്ടിച്ചമച്ചുണ്ടാക്കാനോ നിർമ്മിച്ചുണ്ടാക്കാനോ കഴിയില്ല. അല്ലാഹുവിന് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. വലാകിൻ പക്ഷേ, തസ്ദീഖല്ലദീ ബൈന യദൈഹി, ഈ ഖുർആനിന് മുമ്പുള്ള എല്ലാറ്റിനെയും ഇത് ശരിവെക്കുന്നതാണ്. തസ്ദീഖ് ശരിവെക്കുന്നതാണ്. അല്ലദീ ഒന്നിനെ, ബൈന യദൈഹി ഈ ഖുർആന് മുമ്പുള്ളതിനെ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ, വതഫ്സീലൽ കിതാബി മറ്റു വേദഗ്രന്ഥങ്ങളെ വിശദീകരിക്കുന്നതുമാണിത്. വതഫ്സീലൽ കിതാബ് വിശദീകരിക്കുന്നതുമാണിത്, കിതാബിനെ വിശദീകരിക്കുന്നതുമാണ്. ലാ റൈബ ഫീഹി ഇതിൽ സംശയമേ ഇല്ല, സംശയത്തിന് വകയേ ഇല്ല. മിർ റബ്ബിൽ ആലമീൻ അള്ളാഹുവിൻ്റെ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന കാര്യത്തിൽ ഒട്ടുമേ സംശയമില്ല. വളരെ വ്യക്തമാണ് റബ്ബ് അവതരിപ്പിച്ചതാണ് എന്ന്. 38-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അപ്പോൾ വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണ്. സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഇത്തരം ഒരു ഗ്രന്ഥമോ തത്തുല്യമായ ഒരു സൂറയോ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നിട്ട് പിന്നെയും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറയുകയാണോ? എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒരു മനുഷ്യനാണ് അത് ഉണ്ടാക്കിയത് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരാണല്ലോ. അതിലെ ഒരു സൂറത്ത് പോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ, ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. വേണമെങ്കിൽ അള്ളാഹു അല്ലാത്ത നിങ്ങൾക്ക് സാധിക്കുന്ന മറ്റാരെയും സഹായത്തിന് വിളിച്ചോളൂ. ഇങ്ങനൊരു വെല്ലുവിളി നടത്തുകയാണ് ഇനി അള്ളാഹു തആല. അതിന് അവർക്ക് എന്നല്ല ആർക്കും അന്നു മുതൽ ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല ഖുർആൻ പോലെയൊരു സൂറത്ത് കൊണ്ടുവരാൻ. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് എന്നതിൻ്റെയും അത് പ്രഖ്യാപിച്ചത് കൊണ്ടുവന്ന ആൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിൻ്റെ സ്പഷ്ടമായ ദൃഷ്ടാന്തം. 38-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅ്തൂ ബിസൂറത്തിൻ മിസ്ലിഹി വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അം യഖൂലൂൻ അതല്ല അവർ പറയുന്നുവോ, ഇഫ്തറാ അള്ളാഹുവിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന്. അം യഖൂലൂൻ അതല്ല അവർ പറയുന്നുവോ, ഇഫ്തറാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വ്യാജമായി നിർമ്മിച്ചു എന്നാണ് അവർ പറയുന്നത്. ഖുൽ നബി അങ്ങനെയെങ്കിൽ നിങ്ങൾ വെല്ലുവിളിച്ചേക്കൂ, അങ്ങ് പ്രഖ്യാപിച്ചേക്കൂ. ഫഅ്തു എന്നാൽ നിങ്ങൾ കൊണ്ടുവരൂ. ഞാൻ മനുഷ്യനാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്നല്ല നിങ്ങൾ പറയുന്നത്. ശരി, നിങ്ങൾ മനുഷ്യന്മാരാണ്, ഫഅ്തു നിങ്ങൾ കൊണ്ടുവരൂ. ബി സൂറത്ത് മിസ്ലിഹി അതേപോലെയുള്ള ഖുർആനിലുള്ള പോലെ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. വദ്ഉ നിങ്ങൾ വിളിച്ചോളൂ. മനിസ്താത്വത്തും നിങ്ങൾക്ക് സാധിക്കുന്നവരെയൊക്കെ മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ സഹായികളായി നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിച്ചോളൂ. ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കൊണ്ടുവരീൻ. ഇങ്ങനെ അവർ വെല്ലുവിളിച്ചേക്കൂ. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം തന്നെയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റാരോ അത് ഉണ്ടാക്കിയതല്ല എന്നതിനൊക്കെയുള്ള അനിഷേധ്യമായൊരു തെളിവാണ് ഈ വെല്ലുവിളി. അറബികളെ സംബന്ധിച്ച് നമുക്കറിയാം, അറബി ഭാഷയിൽ, അറബി ഭാഷാ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച നിന്നിരുന്നൊരു കാലമായിരുന്നു അത്. അതിനുശേഷം ഇന്നുവരെ, അന്ന് മുതൽ ഇന്ന് വരെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആളുണ്ടായിട്ടില്ല. അപ്പം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു ആൾക്കും അത് കൃത്യമായി ബോധ്യമാകും ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ്. ഒരു മനുഷ്യൻ അത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇസ്ലാമിൻ്റെ പ്രതിയോഗികളായ ഓറിയന്റലിസ്റ്റുകൾ പോലും ഈ കാര്യം സത്യസന്ധമായി സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ പലപ്പോഴും എഴുതുന്നത് വേറെ പോലത്തിലാവും. അതവരെ എന്താണ് പറയുക, ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ അവർക്കും അറിയാം ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്, പല ആളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ എത്തിയിട്ടില്ല. ഇനി ഈ അള്ളാഹുവാണ് ഇത് ഇറക്കിയത് എന്ന ഈ സന്ദേശം നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ
സമാനമായ ഒരധ്യായമെങ്കിലും കൊണ്ടുവരണം. 14 നൂറ്റാണ്ടായി ഈ വെല്ലുവിളി അവിടെ തന്നെ ഉണ്ട്, ആരും മറുപടി കൊടുത്തിട്ടില്ല. ഇവിടെ 38-ാമത്തെ ആയത്തിൽ നടത്തിയ ഈ വെല്ലുവിളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നടത്തിയ 3ാമത്തെ വെല്ലുവിളിയാണ്, ഏറ്റവും കനം കുറഞ്ഞതുമാണ്. കാരണം സൂറത്ത് ഇസ്രാ 88-ൽ ജിന്നും മനുഷ്യരും എല്ലാവരും കൂടിയാലും ഇതേപോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറാ. ജിന്നും ഇൻസും എല്ലാവരും കൂടിയാലും ഇതുപോലത്തെ കൊണ്ടുവരാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് സൂറത്ത് ഇസ്രായിൽ 88 തന്നെ 1-ാമത്തെ. പിന്നെ സൂറത്ത് ഹൂദിലെ 11-ൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അം യഖൂലൂന ഇഫ്തറ ഖുൽ ഫഅതു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഖുർആൻ നബി ഉണ്ടാക്കിയതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ അതുപോലെയുള്ള 10 സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. സഹായത്തിനായി അല്ലാഹു അല്ലാത്ത ആരെ വേണമെങ്കിലും വെല്ലുവിളിച്ചോളൂ. അവിടെ 10 സൂറക്കാണ് വെല്ലുവിളിച്ചത്. സൂറത്ത് ഇസ്രാ 88-ൽ ഖുർആൻ പോലെയുള്ളത് കൊണ്ടുവരാണ് വെല്ലുവിളിച്ചത്. ഇവിടെയോ ഏറ്റവും ലഘുവായ വെല്ലുവിളി, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. അപ്പം ആ 2 വെല്ലുവിളികളും നിലനിൽക്കെ തന്നെയാണ് അതേപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് ഇപ്പോൾ ഈ 3ാമത്തെ നമ്മൾ പഠിച്ച 38-ാമത്തെ ആയത്തുള്ള വെല്ലുവിളി. ഈ 3 സൂറകളും സൂറത്ത് ഇസ്രാവും സൂറത്ത് ഹൂദും സൂറത്ത് യൂനുസും മക്കിയായ സൂറകളാണ് എന്നുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും ലഘുവായ ഈ 3ാമത്തെ വെല്ലുവിളി മദനി സൂറയായ അൽ ബഖറ 23-ലും 24-ലും അല്ലാഹു തആല ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹിജ്റയ്ക്ക് ശേഷം വീണ്ടും അവർ വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഒരു കാലത്തും നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് അൽ ബഖറയിൽ അറുത്തു മുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. 24-ാമത്തെ ആയത്ത് നോക്ക്, അൽ ബഖറയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ ഫഇൻ ലം തഫ്അലു വലൻ തഫ്അലു. അൽ ബഖറയിലെ 23-ഉം 24-ഉം ആയത്ത്. ഇതേപോലെ ഇതേ ലഘുവായ വെല്ലുവിളി, ഒരു സൂറയെങ്കിലും കൊണ്ടുവരണം, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വലൻ തഫ്അലു, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്നും അല്ലാഹു തആല പറയുന്നു. നമ്മൾ വിഷയം സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സാക്ഷിയുള്ള ആർക്കും ഖുർആനിൻ്റെ സത്യസന്ധതയും ദൈവികതയും മനസ്സിലാക്കാൻ ഇതിൽ പരം എന്തു തെളിവ് വേണം? അള്ളാഹുവിന് പുറമെ ആരുടെ സഹായ സഹകരണം വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് അല്ലാഹു തആല പറയുന്നത്. എന്നാലും നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് ഇത്രയും ഉറപ്പിച്ചു പറയാൻ അള്ളാഹുവിനല്ലാതെ ആർക്കാനും കഴിയോ? 39-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു വെല്ലുവിളി നടന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ എന്താ ചെയ്തത്? വിശുദ്ധ ഖുർആനിനെ വേണ്ട വിധം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നിഷേധം തുടരുകയാണ് ചെയ്തത്. ശരിക്കും മനസ്സിലാക്കാനോ അതിൽ പറഞ്ഞ തെളിവുകൾ ചിന്തിക്കാനോ പരിശോധിക്കാനോ ശ്രമിക്കാതെ കണ്ണടച്ച് നിഷേധിച്ചു. ഇങ്ങനെയൊക്കെ വെല്ലുവിളി വരുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നല്ല പറയാ. അങ്ങനെയല്ല, പല ഭാഗത്തേക്ക് തിരിഞ്ഞതല്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ പുലർന്നു കാണാൻ അവർ കാത്തിരുന്നില്ല. ചുരുക്കി പറഞ്ഞ അതിൻ്റെ ആശയമോ മനോഹാരിതയോ ഒന്നും നോക്കാതെ കേട്ട മാത്രയിൽ തന്നെ നിഷേധിക്കുകയാണ് അവർ ചെയ്തത്. പരലോകത്തെ സംബന്ധിച്ച് മറ്റൊക്കെ പറയുമ്പോൾ അത് പാടെ തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ വല്ല തെളിവുകൾ അവരടുത്തുണ്ടോ? അതോട്ടില്ലതാനും, വെറുതെ തള്ളിക്കളയുക. അതേസമയം ഇവരിങ്ങനെ ചെയ്യുന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല എന്നും അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവരുടെ മുൻഗാമികളായ ആളുകളും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. പലരും പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ അനുഭവം തന്നെയായിരിക്കും നിഷേധം തുടർന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കും ഉണ്ടാവുക എന്നുകൂടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ കദ്ദബൂ ബിമാ ലം യുഹീതു ബിഇൽമിഹി വലമ്മാ യഅതിഹിം തഅ്വീലുഹു കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. ബൽ, പക്ഷേ എന്നാൽ വസ്തുത അങ്ങനെയൊന്നുമല്ല. കദ്ദബൂ, അവർ നിഷേധിച്ചു കളഞ്ഞു. ബിമാ ലം യുഹീതു ബിഇൽമിഹി, തങ്ങൾ പരിപൂർണമായി ഗ്രഹിച്ചിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളെ. അവർക്കത് പഠിക്കാമായിരുന്നു, മനസ്സിലാക്കാമായിരുന്നു, യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാമായിരുന്നു. അങ്ങനെ അവർക്ക് പരിപൂർണമായി മനസ്സിലായിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളെ അവർ നിഷേധിക്കുകയാണ് അവർ ചെയ്യുന്നത്. ബൽ, ഈ ഖുർആൻ ഇങ്ങനെ റസൂലുള്ളാഹി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിശ്ചയിച്ച് നടക്കുകയാണ്. സത്യത്തിൽ അവരെന്താ സംഭവിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? വസ്തുത എന്താണ്? അവർ ചിന്തിക്കാൻ തയ്യാറല്ല, കാര്യങ്ങൾ പരിപൂർണ്ണം മനസ്സിലാക്കാൻ തയ്യാറല്ല. അങ്ങനെ അവർക്ക് മനസ്സിലാകാത്ത യാഥാർത്ഥ്യങ്ങൾ അവർ നിഷേധിക്കുന്നു.
ബിമാ ലം യുഹീതു ബിഇൽമിഹി, തങ്ങൾ പരിപൂർണമായി ഗ്രഹിച്ചിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളെയാണ് അവർ നിഷേധിക്കുന്നത്. വലമ്മാ യഅ്തിഹിം തഅ്വീലുഹു, അതിൻ്റെ അനുഭവഫലം ഇതുവരെ അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളെ അതാണ് അവർ നിഷേധിച്ചത്. വലമ്മാ യഅ്തിഹിം, ഇതുവരെ അവർക്ക് വന്നു കിട്ടിയിട്ടില്ല. തഅ്വീലുഹു, അതിൻ്റെ ഫലം, അനുഭവഫലം എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അനുഭവഫലം ഇതുവരെ അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലാത്ത അത്തരം യാഥാർത്ഥ്യങ്ങളെയാണ് അവർ നിഷേധിക്കുന്നത്. അതിനൊന്നും അവർ കാത്തിരിക്കണില്ല. ഖുർആൻ്റെ ഉള്ളിൽ അത് പഠിക്കാൻ അവർ തയ്യാറല്ല. ഖുർആൻ പറഞ്ഞ പ്രവചനങ്ങളെ പുലരുന്നത് കാത്തിരിക്കണില്ല. അടക്കി നിഷേധിക്കുക, ആദ്യമേ നിഷേധിക്കുക. മനസ്സിലായി? അതിൻ്റെ അനുഭവ ഫലം ഇതുവരെ അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് സത്യത്തിൽ അവിടെ നടക്കുന്നത്. അവർ പഠിക്കാൻ മെനക്കെട്ടാൽ, ആ പ്രവചനങ്ങൾ പുലരാൻ കാത്തു നിന്നാൽ, ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും കുറച്ചു കഴിഞ്ഞാൽ അനുഭവവേദ്യമാകുന്നത് വരെ കാത്തിരുന്നാൽ അവർക്ക് മനസ്സിലാവും. അതിനൊന്നും തയ്യാറില്ല. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഈ ആയത്തിൻ്റെ അർത്ഥം മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, തങ്ങൾ സമഗ്രമായി അറിഞ്ഞിട്ടില്ലാത്തതും ഇതുവരെ ഖുർആനിക തത്വങ്ങളുടെ പൂർത്തീകരണം അവരിൽ പുലർന്നു കഴിഞ്ഞിട്ടില്ലാത്തതുമായ യാഥാർത്ഥ്യങ്ങളെയാണ് അവർ നിഷേധിക്കുന്നത്. കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇത് പുതിയ സംഗതിയൊന്നുമല്ല, ഇവരുടെ മുമ്പുള്ള ആളുകളും ഇതേപോലെ നിഷേധിച്ചിട്ടുണ്ട്. കദാലിക, ഇപ്രകാരം തന്നെ, കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള നിഷേധികളും സത്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൻദുർ, നബിയെ അങ്ങ് ചിന്തിച്ചു നോക്കൂ, കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, ആ അക്രമകാരികളുടെ പര്യവസാനം, ഭവിഷ്യത്ത് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഇതിനു മുമ്പും കുറെ ആളുകൾ ഇങ്ങനെ പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ ആഖിബത്ത് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അതേ ആഖിബത്ത് തന്നെയായിരിക്കും ഇവർക്കുണ്ടാവും ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ. ഓക്കെ, 40-ാമത്തെ ആയത്തിലേക്ക് കിടക്കാം. അപ്പോൾ സത്യനിഷേധികളുടെ മൊത്തത്തിലുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത്. അതേസമയം എല്ലാവരും ഒരേപോലെയല്ല. ചിലരൊക്കെ ഉണ്ട് ഖുർആനിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിശ്വസിക്കുന്ന ആളുകൾ. വിശ്വസിക്കാതെ കുഴപ്പം ഉണ്ടാക്കാൻ മാത്രം മെനക്കെട്ട് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുണ്ട്. രണ്ടുമുണ്ട്. ഇവരെ പറ്റി അള്ളാഹുവിനെ നന്നായി അറിയാം. ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളെ വേണ്ട വിധം അള്ളാഹു തആല പരലോകത്ത് വെച്ച് കൈകാര്യം ചെയ്യും എന്നും പറയുന്നുണ്ട്. 40-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ യുഅ്മിനു ബിഹി വമിൻഹും മൻ ലാ യുഅ്മിനു ബിഹി വറബ്ബുക അലമു ബിൽ മുഫ്സിദീൻ. വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ യുഅ്മിനു ബിഹി, പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ ലാ യുഅ്മിനു ബിഹി, പരിശുദ്ധ ഖുർആനെ വിശ്വസിക്കാത്ത ആളുകളുമുണ്ട്. വറബ്ബുക, അങ്ങയുടെ രക്ഷിതാവ്, അഅലമു, നന്നായി അറിയുന്നവനാണ്, ബിൽ മുഫ്സിദീൻ, കുഴപ്പക്കാരെ കുറിച്ച്. കുഴപ്പമുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇത്തരം നിഷേധികളെ കുറിച്ച് അല്ലാഹു ശരിക്കറിയാം, നടപടിയെടുക്കുകയും ചെയ്യും എന്നർത്ഥം. സത്യം കേൾക്കാനും മനസ്സിലാക്കാനും അങ്ങനെ സന്മാർഗം സ്വീകരിക്കാനൊക്കെയുള്ള സന്നദ്ധതയും അഭിനിവേശം ഒരു മനുഷ്യനുണ്ടാവണം. അപ്പോഴാണ് അവൻ ശരിക്കും സന്മാർഗത്തിന്റെ മാർഗത്തിലെത്തുക. മറിച്ചാണെങ്കിൽ എന്താ ഫലം? ഇതിനൊന്നും തയ്യാറില്ലാത്ത ആൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ ഈ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അർത്ഥം, മക്കയിലെ മുശ്രിക്കീങ്ങൾ. ഓരോരുത്തരുടെയും ഭാഗധേയങ്ങൾ നിർണ്ണയിക്കുന്നത് അവരവരുടെ പ്രവർത്തന ഫലങ്ങളാണ്. 41-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നതിന് പരിശുദ്ധ ഖുർആൻ തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതൊക്കെ കാണിച്ചു കൊടുത്തു ആ മുശ്രിക്കീങ്ങൾക്ക്. ഇനിയും അവർ നിഷേധം തുടരുകയാണെങ്കിൽ അതിന് ന്യായീകരിക്കാൻ കഴിയില്ല. അതിനിവനൊരു ന്യായീകരണമില്ല. ഇനി ഇവരെ സത്യം ബോധ്യപ്പെടുത്താൻ പാടുപെടേണ്ടതും ഇല്ല. ഇതാണ് അല്ലാഹു ഇനി പറയുന്നത്. ഓരെ നന്നാക്കാൻ പാടുപെട്ടിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇനി അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളെ ഉത്തരവാദിത്വമൊന്നും എനിക്കോ എൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കോ ഇല്ല എന്ന് കൃത്യമായി പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുകയാണ്. ആയത്ത് നോക്കാം. 41. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ കദ്ദബൂക ഫഖുൽ ലി അമലി വലക്കും അമലുക്കും അൻതും ബരീഊന മിമ്മാ അഅമലു വഅന ബരീഉം മിമ്മാ തഅമലൂൻ. വഇൻ കദ്ദബൂക, ഇനി അവർ അങ്ങയെ നിഷേധിക്കുകയാണെങ്കിൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും നിഷേധം തുടരുകയാണെങ്കിൽ, ഫഖുൽ, നബി അങ്ങ് പറഞ്ഞേക്കൂ, ലീ അമലി, എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ, വലക്കും അമലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഉണ്ടാവുക. എനിക്ക് എൻ്റെ കർമ്മഫലവും വലക്കും അമലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലവുമാണ് ഉണ്ടാവുക. അൻതും ബരീഊന മിമ്മാ അഅമൽ, എൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ ഒഴിവാണ്. വഅന ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് ഞാനും ഒഴിവാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങളും
നിങ്ങളുടെ പ്രവൃത്തികളിൽ ഞാനും വിമുക്തരാണ്. അങ്ങനെ ഉത്തരവാദികളല്ല എന്നർത്ഥം. ഞാൻ ചെയ്യുന്നതിന് നിങ്ങളോ നിങ്ങൾ ചെയ്യുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം വ്യക്തമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിന് പോകാം, അല്ല നിങ്ങൾ ഉത്തരവാദിത്തം ഏൽക്കേണ്ട കഴിവൊന്നും ബാധ്യതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞേക്കൂ. ഇതാണ് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ പറയുന്നത്. ശരി, 42-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഖുർആൻ കേൾക്കാൻ വേണ്ടി വരുന്ന ചില ആൾക്കാരുണ്ട്. അതാണ് ഇനി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ചില ആൾക്കാർ വരും. പറയുന്നതും ഓതുന്നതൊക്കെ ഇങ്ങനെ കേൾക്കും. ആ ശബ്ദത്തിൻ്റെ മാധുര്യം, സാഹിത്യ സമ്പുഷ്ടത ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ആസ്വദിച്ച് കേൾക്കും. ഇത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് തോന്നും? അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, മുഅ്മിനീങ്ങളായേക്കൂലേ എന്ന് തോന്നിയിട്ട് കുറച്ചുകൂടെ അവരെ ഓതി കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും താല്പര്യമാണ്, എങ്ങനെയെങ്കിലും വിശ്വസിച്ചിട്ടെ. അപ്പോൾ ഇവർ വന്നിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, വിശ്വസിക്കുമായിരിക്കും, അതുകൊണ്ട് ഒന്നുകൂടി ഉഷാറായിട്ട് എന്താവും കുറച്ചുകൂടെ ഓതി കേൾപ്പിക്കും. പക്ഷേ അല്ലാഹു തആല പറയാണ്, അങ്ങനെ കേട്ടിരിക്കുന്ന ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേൾക്കുന്നത്. സത്യം മനസ്സിലാക്കണം എന്നല്ല അവരുടെ ഉദ്ദേശം. സത്യം മനസ്സിലാക്കണം എന്നല്ല അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുമെന്ന പ്രതീക്ഷ താങ്കൾക്ക് വേണ്ട. പുറമെ നോക്കുമ്പോൾ അവർ കേൾവിയുള്ളവരാണ്, കാഴ്ചയുള്ളവരാണ്. പക്ഷേ അവർ ബധിരന്മാരുടെയും അന്ധന്മാരുടെയും പോലെയാണ്. അതാണ് അവരവസ്ഥ. ബധിരന്മാരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവർ അവഗണിച്ചേക്കും. ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻഹും മൻ യസ്തമിഊന ഇലൈക അഫഅൻത തുസ്മിഉ സുമ്മ വലൗ കാനൂ ലാ യഅഖിലൂൻ. വമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് മൻ യസ്തമിഊന ഇലൈക, നബിയെ അങ്ങയെ ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് ഖുർആൻ ഓതുമ്പോൾ. പക്ഷെ അവരാ ശ്രദ്ധിച്ച് കേൾക്കുന്നത് വിശ്വസിക്കാനൊന്നും അല്ല കേട്ടോ, വെറുതെ കേൾക്കാണ്. ബധിരന്മാരെ പോലെയാണ് അവർ. അഫഅൻത തുസ്മിഉ സുമ്മ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിലും ബധിരന്മാരായ ആളുകളെ കേൾപ്പിക്കാൻ അങ്ങേക്ക് കഴിയോ? നിങ്ങളെ എത്ര ഓതി കേൾപ്പിച്ചിട്ടും കാര്യമില്ല, ഓല് ബധിരന്മാരാണ്. സത്യം മനസ്സിലാക്കാൻ വേണ്ടി വന്നതല്ല എന്നർത്ഥം. വലൗ കാനൂ ലാ യഅഖിലൂൻ, സത്യം ഗ്രഹിക്കാൻ സന്നദ്ധരല്ലെങ്കിലും അത്തരം ആളുകളെ കേൾപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമോ? ബധിരന്മാരെ കേൾപ്പിക്കുക, സുമ്മനെ കേൾപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമോ? വലൗ കാനൂ ലാ യഅഖിലൂൻ. അങ്ങനെ ബധിരന്മാരെ പോലെയാണ്. സത്യത്തിൽ അവർക്ക് കേൾക്കുകയോ ചെയ്യുക, പക്ഷെ അവർ അഭിനയിക്കുകയാണ്, ചെവിട് കേൾക്കാത്ത ആൾക്കാരെ പോലെ. ഇവിടെ പറഞ്ഞ ബധിരത എന്നത് ആലങ്കാരികമാണ്. എന്നാൽ സന്മാർഗനിഷ്ഠരും സത്യസന്ധരുമായ കുറേ അന്ധന്മാരും ബധിരരുമുണ്ട്. കണ്ണു കാണാത്ത ആൾക്കാർ എത്രയും മുഅ്മിനീങ്ങളായ ആളുകളുണ്ട് ഇല്ലേ? അബ്ദുല്ലാഹ് മുത്തുനെ പോലെയുള്ള ആളുകളൊക്കെ. എല്ലാവരും അങ്ങനെ എന്നല്ല പറഞ്ഞതിൻ്റെ ഇവർ അത് ശ്രദ്ധിക്കണില്ല, അത് ബധിരന്മാരെ പോലെയാണ് എന്നർത്ഥം. അപ്പം അള്ളാഹുവിൻ്റെ ശരിയായ വഴി കാണാനും അവൻ്റെ പവിത്രമായ പരിശുദ്ധ ഖുർആൻ കേൾക്കാനും സന്നദ്ധത കാണിക്കാത്ത സങ്കുചിത മനസ്കരായ നിഷേധികളാണ് ഇവിടെ ബധിരന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്തരക്കാരായ ആളുകൾ സ്വന്തത്തോട് തന്നെ ദ്രോഹം ചെയ്യുകയാണ്. കാരണം ആ നിഷേധത്തിന് പകരമായി അവർക്ക് ലഭിക്കാനുള്ളത് കാലാകാലത്തേക്കുള്ള പരാജയമാണ്, ദൗർഭാഗ്യമാണ്. അത് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ്. അല്ലാതെ അള്ളാഹു തന്നെ അവരെ ദ്രോഹിക്കുകയല്ല. അള്ളാഹു ആരെയും ദ്രോഹിക്കില്ല. അവർ സ്വന്തം അവരോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമെല്ലാം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണേ. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലായി മാറ്റിത്തരണേ തമ്പുരാനെ. ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, മാപ്പാക്കി തരണം റഹ്മാൻ. ദീനും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തണം അല്ലാഹ്. മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും വേണ്ടപ്പെട്ട എല്ലാവരും ക്ലാസ് കേൾക്കുന്നവർക്കും ദുആവിന് വസിയത്ത് ചേർക്കുന്ന പുറത്തു കൊടുക്കണം തമ്പുരാനെ. അവരുടെയൊക്കെ അസുഖങ്ങൾ ശിഫയാക്കണം റബ്ബേ. മാരകമായ അസുഖങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ നീക്കി സലാമത്ത് നൽകണേ തമ്പുരാനെ. ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ, നരകത്ത് തീർക്കാക്കണം റഹ്മാനെ. നിന്റെ ദീനിനെ ഖുർആനിൽ ഒരുപാട് കാലം ഇഖ്ലാസോടുകൂടി ഖിദ്മത്തുള്ള അവസരം നൽകണേ തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله لا رد وعاتينا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.